സ്ഥാനാർത്ഥി നിർണയ ഘട്ടം മുതൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം ചർച്ചാ വിഷയമായ ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറന്മുള. അവിടെ BJP ക്രമാനുഗതമായ വളർച്ച കൈവരിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ആറന്മുള ശ്രദ്ധാകേന്ദ്രമാകുന്നത്. CPM-നെ സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റി സമർപ്പിച്ച 7 പേരുടെ സാധ്യതാ പട്ടിക അപ്പാടെ തള്ളിക്കൊണ്ടാണ് അവിടെ മാധ്യമ പ്രവർത്തക ആയ വീണ ജോർജിനെ സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥി ആയി നിശ്ചയിച്ചത്. അതിന് LDF പരിഹാസപൂർവ്വം പറയുന്നത് നിയമസഭയിൽ വനിതാ MLA-മാരെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട സിറ്റിംഗ് MLA K. ശിവദാസൻ നായർക്ക് എതിരെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുകയായിരുന്നു തങ്ങളെന്ന് LDF പറയുന്നു. BJP-യിലാകട്ടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ പാർട്ടിയുടെ വോട്ട് വിഹിതം 24,000 കണ്ട് ഉയർത്തി 24,000 ആയി ഉയർത്തിയ പാർട്ടി ജനറൽ സെക്രട്ടറി MT രമേശാണ് സ്ഥാനാർത്ഥി. ഇതൊക്കെ കൊണ്ട് തന്നെ ആറന്മുളയിൽ വളരെ ശക്തമായ ത്രികോണ മത്സരത്തിന് ഇത്തവണ അരങ്ങൊരുങ്ങുന്നു. നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ചോദിക്കാം. പത്തനംതിട്ടയിൽ നിന്ന് ബിജു മോഹൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ബിജു, കേൾക്കാമോ? കേൾക്കാം. വീണയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ CPM-ന്റെ കണക്ക് കൂട്ടലുകൾ എന്താണ്? വിജയം സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾ എന്താണ്? വനിതാ MLA-മാരെ ആക്ഷേപിച്ച K. ശിവദാസൻ നായരെക്കെതിരെ ഒരു വനിതയെ തന്നെ മത്സരിപ്പിക്കണമെന്നാണ് CPM-ന്റെ തീരുമാനം. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകയും ഇടതുപക്ഷ ചിന്താഗതിക്കാരിയുമായ വീണ ജോർജിനെ സംസ്ഥാന നേതൃത്വം ആറന്മുളയിലേക്ക് സ്ഥാനാർത്ഥിയായി അയച്ചത്. സഭയുടെ തുണയുമുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? സഭയുടെ വലിയൊരു പിന്തുണ LDF പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എത്രമാത്രം തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെടുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. MT രമേശ് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ BJP എന്തുമാത്രം സാധ്യതകൾ അധികം വെച്ച് പുലർത്തുന്നു? മാത്രമല്ല ഈഴവ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് ആറന്മുള. ഇത്തവണ സഖ്യം കൂടി ആയതുകൊണ്ട് BJP വോട്ടുകളിൽ എന്തുമാത്രം വ്യത്യാസം ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് BJP മാത്രമായിട്ട് ഏകദേശം 35,000-ഓളം വോട്ടുകൾ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ നേടിയിരുന്നു. അതുകൂടാതെ ഇത്തവണ BDJS-ന്റെ സഖ്യം കൂടി വരുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. SNDP-യുടെ ഏകദേശം 35,000-ഓളം വോട്ടുകൾ ഉണ്ടെന്നാണ് BDJS കണക്കാക്കുന്നത്. ആ നിലയ്ക്ക് മണ്ഡലത്തിൽ കുറെ വിഭാഗം വോട്ടുകളെങ്കിലും ഈ BDJS BJP സഖ്യത്തിലേക്ക് വരും. ആ നിലയ്ക്ക് മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കാമെന്ന വലിയ പ്രതീക്ഷയിലാണ് BJP-യുടെ പ്രമുഖനായ MT രമേശിനെ തന്നെ വീണ്ടും ആറന്മുളയിലേക്ക് സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിരിക്കുന്നത്. ആറന്മുള എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആറന്മുള വിമാനത്താവളത്തിന്റെ പേരിലാണ്. സ്വാഭാവികമായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പ്രചരണ വിഷയം ആറന്മുള വിമാനത്താവളം തന്നെയായിരിക്കും. എന്താണ് അവിടെ ഇപ്പോൾ ഈ വിഷയം സംബന്ധിച്ചുള്ള കാര്യം? ആറന്മുള വിമാനത്താവള വിഷയം ഇത്തവണ വിമാനത്താവളം പദ്ധതി ഇത്തവണ പ്രചരണ വിഷയമാക്കിയിരിക്കുന്ന നിലവിലെ MLA-യും UDF സ്ഥാനാർത്ഥിയുമായ K. ശിവദാസൻ നായർ തന്നെയാണ്. അദ്ദേഹം 2 ചോദ്യങ്ങളാണ് എതിരാളികളോട് ചോദിക്കുന്നത്. ഒരു MLA എന്ന നിലയ്ക്കപ്പുറം പത്തനംതിട്ട ജില്ലയ്ക്കും ആറന്മുളയ്ക്കും വേണ്ടി ഒരു വലിയ സംരംഭം ഞാൻ തുടങ്ങാൻ തയ്യാറായി വന്നു. അതിനെ എന്തുകൊണ്ടാണ് RSS-ഉം ഇടതുപക്ഷവും ചേർന്ന് അട്ടിമറിച്ചത്? അതിന്റെ കാരണം അവർ വ്യക്തമാക്കട്ടെ. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ആറന്മുള പദ്ധതിക്ക് വേണ്ടി എക്കാലവും ഞാൻ ശക്തമായി നിലകൊള്ളും. അതെന്റെ നിശ്ചയദാർഢ്യമാണ്. ഈ പദ്ധതിയുമായിട്ട് ഞാൻ ഇനിയും മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആറന്മുള മണ്ഡലത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി ബിജു മോഹൻ. ബാലറ്റ് ന്യൂസിൽ ചേർന്നതിന്. മണ്ഡല വിശേഷങ്ങളുമായി ഇനി മണ്ഡലകാലം. CPM-ലെ A. പ്രദീപ് കുമാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 57,000-ൽ-അധികം വോട്ട് നേടി 9,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. കോഴിക്കോടിൻ്റെ നഗരഹൃദയം ഉൾപ്പെടുന്ന മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. 2006-ലും വിജയം കണ്ടത് പ്രദീപ് തന്നെ ആയിരുന്നു. പക്ഷേ കോഴിക്കോട് നോർത്തിൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ 3 പതിറ്റാണ്ട് കാലത്തെ ചരിത്രം നോക്കിയാൽ ഒരു മുന്നണിയോടും പ്രത്യേകിച്ച് ഒരു മമത തുടർച്ചയായി പുലർത്തിയ ചരിത്രം ഇല്ല. മാറി മാറി ജനവിധി എഴുതിയ ചരിത്രമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PV ഗംഗാധരനെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയ UDF ഇത്തവണ ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബുവിനെ മത്സരിപ്പിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യം BJP കരുത്തനായ KP ശ്രീശനെ തന്നെ കോഴിക്കോട് നോർത്തിൽ മത്സരിപ്പിക്കുന്നു എന്നതാണ്. ഇക്കുറി പ്രദീപ് കുമാർ ഹാട്രിക് നേടുമോ? ശ്രീശൻ അമരം പിടിക്കുമോ? സുരേഷ് ബാബു UDF-ന്റെ കൊടി നാട്ടുമോ? ഈ 3 ചോദ്യങ്ങളാണ് കോഴിക്കോട് നോർത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. കോഴിക്കോട് നോർത്തിൽ നിന്ന് PC ഹരീഷിന്റെ റിപ്പോർട്ട്. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗമായ നോർത്ത് മണ്ഡലത്തിൽ ചരിത്രത്തിലാദ്യമായി ഇത്തവണ തീപാറുന്ന ത്രികോണ മത്സരം. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഒരു മുന്നണിയെയും തുടർച്ചയായി വിജയിപ്പിക്കാത്ത ഈ മണ്ഡലത്തിൽ ഹാട്രിക് വിജയത്തിനൊരുങ്ങുകയാണ് സിറ്റിംഗ് MLA A. പ്രദീപ് കുമാർ. ചൂണ്ടിക്കാണിക്കാൻ നിരവധി വികസന പദ്ധതികൾ. ഏറ്റവും പ്രധാനം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ നടക്കാവ് ഗേൾസ് സ്കൂളും കാരപ്പറമ്പ് മെഡിക്കൽ കോളേജ് സ്കൂളുകളും. നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസമാണ്. പ്രദീപ് കുമാറിന്റെ 3ാം വിജയത്തിന് തടയിടാൻ മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിനെയാണ് UDF രംഗത്തിറക്കിയത്.
വടകരയിൽ നിന്നും 2 തവണ ലോക്സഭയിലേക്കും 1 തവണ കോർപ്പറേഷനിലേക്കും മത്സരിച്ച സുരേഷ് ബാബു ആദ്യമായാണ് നിയമസഭയിലേക്ക് ജനവിധി തേടുന്നത്. രാഷ്ട്രീയമായ ചൂടും കാലാവസ്ഥയുടെ ചൂടും രണ്ടിനെയും തരണം ചെയ്തുകൊണ്ട് വിജയത്തിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20,000-ഓളം വോട്ട് പിടിച്ച BJP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 കൗൺസിലർമാരെയാണ് ഈ മണ്ഡലത്തിൽ നിന്നും വിജയിപ്പിച്ചത്. അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ശ്രീശൻ. വളരെ അനുകൂലമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമാണ് പൊതുവേ കേരളത്തിലുള്ളത്, നോർത്ത് നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ചും. കണ്ടാൽ വിശ്വസിക്കുമോ? ഇതൊരു സർക്കാർ വിദ്യാലയമാണ്. ഇത്തരം വികസന മാതൃകകൾ മുൻനിർത്തിയാണ് A. പ്രദീകുമാർ വോട്ട് തേടുന്നത്. ഇതിനെ മറികടക്കാൻ മറ്റ് സ്ഥാനാർത്ഥികൾക്കാകുമോ? നടക്കാവ് ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം PC ഹരീഷ്, കൗമുദി TV. CPM പൊളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ഉണ്ടായ തോൽവിയും സ്വന്തം മണ്ഡലമായ കുണ്ടറയിൽ ഉണ്ടായ വളരെ ശക്തമായ തിരിച്ചടിയും നമുക്ക് മറക്കാറായിട്ടില്ല. ശക്തമായ വിഭാഗീയത ആരോപിക്കപ്പെടുന്ന കുണ്ടറ മണ്ഡലത്തിൽ മറ്റൊരു പോരാട്ടത്തിനായി ഇത്തവണ MA ബേബി കളത്തിൽ ഇല്ല. 5ാം തവണ ജനവിധി തേടുന്ന മേഴ്സിക്കുട്ടിയമ്മയെ നേരിടാൻ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത് വളരെ ശക്തനായ രാജ്മോഹൻ ഉണ്ണിത്താനെയാണ്. മഞ്ജിത്ത് വർമ്മയുടെ റിപ്പോർട്ട്. സിറ്റിംഗ് MLA ആയിരുന്ന MA ബേബിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞപ്പോഴുണ്ടായ വിവാദങ്ങൾ കുണ്ടറയിൽ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. വീണ്ടും മത്സരിക്കാനില്ലാത്ത ബേബിക്ക് പകരം 5ാം വട്ടവും കുണ്ടറയിൽ ജനവിധി തേടുകയാണ് മേഴ്സിക്കുട്ടിയമ്മ. VS-നൊപ്പം എന്നും ഉറച്ചുനിന്ന മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കുണ്ടറയിൽ ഒരു 3ാം വിജയം ഉണ്ടാകുമെന്നാണ് അണികളുടെ വിലയിരുത്തൽ. പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. ജനങ്ങൾ പൂർണ്ണമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. തലശ്ശേരിയിൽ കഴിഞ്ഞ തവണ കോടിയേരിയെ നേരിട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ ആദ്യമായി സ്വന്തം നാട്ടിൽ ഇത്തവണ CPM-നെ നേരിടുകയാണ്. മണ്ഡലത്തിലെ വികസനമില്ലായ്മയും തൊഴിലാളി പ്രശ്നങ്ങളുമാണ് ഉണ്ണിത്താന്റെ കുണ്ടറയിലെ പ്രചാരണ വിഷയം. ഇവിടുത്തെ ജനങ്ങൾ തികച്ചും അസ്വസ്ഥരാണ്, അസംതൃപ്തരാണ്. അവരെ നോക്കാനും കാണാനും ഒരു നേതൃത്വമില്ല. അതുകൊണ്ട് ശക്തമായ ഒരു നേതൃത്വം ഈ മണ്ഡലത്തിനുണ്ടാകണമെന്ന് ജനങ്ങളുടെ അദമ്യമായ ആഗ്രഹം രാജ്മോഹൻ ഉണ്ണിത്താന് ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി ഭവിക്കുകയാണ്. കുണ്ടറയിൽ ശക്തമായി വളർന്ന പാർട്ടി വോട്ടിലാണ് BJP-യുടെ പ്രതീക്ഷ. NGO സംഘിന്റെ മുൻ പ്രസിഡന്റ് MS ശ്യാംകുമാറാണ് BJP സ്ഥാനാർത്ഥി. ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് ജനങ്ങൾ വളരെയധികം താല്പര്യത്തോടെ ഉറ്റുനോക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് എനിക്ക് ലഭിക്കുന്ന സ്വീകരണങ്ങൾ. എല്ലാ തലങ്ങളിലും ജനങ്ങൾ വളരെ ആവേശത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. കൊല്ലത്തിന്റെ മറ്റൊരു വ്യവസായ കേന്ദ്രമായ കുണ്ടറയിൽ വികസനവും കുടിവെള്ളമടക്കമുള്ള പ്രശ്നങ്ങളുമാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങൾ. TMT ബാലറ്റ് ന്യൂസിൽ വീണ്ടും ഒരു ഇടവേള.